വഴിന്നൊന്നും മാറിക്കിടക്കട തടിയാ. അഫ്സലെ ഒരു കിക്ക് കൊടുത്തറ, അവനെ എഴുന്നേറ്റോളും. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേറി വരുമ്പോ തന്നെ ഗ്രീൻ റൂം അലങ്കോലാക്കരുതെന്ന്. തിരിച്ചു പോകുമ്പോ ഒരു സാധനം നോക്കി കാണില്ല. എന്നിട്ട് മാറടാ വേട്ടാവളിയാ. നിന്റെ പോയ കിളി തിരിച്ചു വരട്ടെ. Come behind the green room. I'll be waiting for you. ഇവൻ ഇത് എവിടെ പോയി കിടക്കുക? അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ ഭ്രാന്തി പിള്ളേരുടെ കിട്ടുന്ന ഗ്യാപ്പിൽ ഉടനെ സ്ഥലം വിട്ടില്ലെങ്കിൽ പണി പാളും. അഞ്ജലി, നീ അവനെ വിളിച്ചു നോക്കിയോ? He is not reachable. പക്ഷേ എന്റെ ഊഹം ശരിയാണെങ്കിൽ I know where he is. എവിടെ? ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഇവനെയൊക്കെ സമ്മതിക്കണേ. ഒന്നിവിടെ ട്രൈ ചെയ്യണോ? അതെ, നിന്റെയൊക്കെ ഒരു മറ്റേ പണികാരൻ എനിക്കിവിടെ മൂത്രമൊഴിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ഇനി അതിന്റെ ഇടയില ഇത് വക്കച്ച വേറെ വണ്ടിയൊന്നുമില്ലേ? ഇവന്റെ ഈ വൃത്തിയോട് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ലോകത്തിലെ ഏറ്റവും നല്ലൊരു കാര്യത്തിന് നീ ഇങ്ങനെ വൃത്തിയിടുന്നോ ഞാൻ ആക്ഷേപിക്കല്ലേ. ഒരു ദിവസം നിനക്കും ചർച്ചയൊക്കെ നമുക്ക് പിന്നെ വന്ന് കേറ്. ഇതൊന്നും തീരുന്ന ലക്ഷണം കാണുന്നില്ല മോനെ. എല്ലാരും നിങ്ങളെ പോലെ അല്ലല്ലോ. കലവറ തുറന്നു. എന്റെ അമ്മ, ഒരു രക്ഷയില്ല. ഈ ഫാൻസിന്റെ ഒക്കെ ഒരു കാര്യം ഒക്കെ വലിച്ച് അലമ്പാക്കി. ഫാൻസിന്റെ കാര്യം ഡ്രസ്സൊക്കെ വലിച്ച് അലമ്പാക്കി അല്ലടാ മോനെ. ഒരു തമാശ തമാശ കുറച്ച് കൂടിയിട്ടുള്ള കുഴപ്പമേ ഉള്ളൂ. കേറ് കേറ്. വാ വാ വാ. ഹലോ, എന്താണ് മറിയേ? എനിക്ക് കോൾ എടുത്താൽ എന്നാ? ഇന്നെങ്കിലും ഒന്ന് പള്ളി പോണം, നോമ്പ് തുടങ്ങാം. അതുകൊണ്ട് ഇന്ന് കള്ളുകൂടിയും നോൺ വെജും ഒന്നും വേണ്ട. അത് പറയാനാ വിളിച്ച. ശരി. എന്ത് ശരി? കയ്യിലുള്ള ബിയർ ബോട്ടിൽ ഒന്ന് താഴെ വെച്ചേ. എടാ, ഒന്ന് വിളിച്ചിട്ട് എത്ര നാളായി? നിന്റെ കുരുത്തക്കേടുകളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. ഇന്നലെ സാറയുടെ ചെക്കൻ അവന്റെ ഐപാഡിൽ കാണിച്ചു തന്നു നിന്റെ ബാംഗ്ലൂരിലെ സംഭവം. എടാ, ഈ ബാംഗ്ലൂരിലെ പെമ്പിളരൊക്കെ എങ്ങനെയാ? ചേടാ, ആ പെൺകുട്ടിക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. അതാണ് ഇത്ര വലിയ തെറ്റ്. അമ്മച്ചി, ഞാൻ പിന്നെ വിളിക്കാം. എനിക്ക് വേറെ എടി അഞ്ജലി, എടി വാതിൽ തുറക്കടി. മനുഷ്യന്റെ കൺട്രോൾ പോണു. ഇതെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യാൻ പഠിക്ക്. ഹലോ ഹലോ വക്കച്ച. എടോ, താൻ ഇതുവരെ റെഡിയായില്ലേ? രാവിലെ തന്നെ തുടങ്ങിയല്ലേ? അതല്ലടോ, എനിക്ക് കക്കൂസി പോണം. എന്നാ പിന്നെ അത് വേഗം അങ്ങോട്ട് ആവട്ടെ. ആ ബാർബർ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് 10 മണിക്ക് എത്താന്ന് പറഞ്ഞല്ലേ? ബാർബർ ഷോപ്പ് അല്ല വക്കച്ച, ഹെയർ സലൂൺ. ഷേവിംഗ് തന്നെയല്ലേ? ജസ്റ്റ് എ മിനിറ്റ്. അപ്പൊ പിന്നെ ഈ പേരൊക്കെ മതി. എന്നെ ഇവന്മാരും ഇവിടെ വെച്ച് പൊറപ്പിക്കുന്നില്ലാന്നേ. അതെ, എനിക്ക് ഇവിടെ പുറക്കണില്ല. അയ്യോ അമ്മച്ചി, തുറക്കടി. കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അമ്മച്ചി തുറക്കടി. എടി വാതിൽ തുറക്കാൻ. അയ്യോ ഇപ്പൊ പോവും. നിനക്കത്ര കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ വല്ല ഡയപ്പറും വാങ്ങിച്ചിടാ. പത്രം വായിക്കാനും സമ്മതിക്കില്ല. പെട്ടെന്നാവട്ടെ, പെട്ടെന്നാവട്ടെ. Stop, stop. Please stop. Sir, my dad's had a heart attack. My car is broken down. Please help me. I'm really sorry. I have an urgent appointment. I need to go. But this is a matter of life and death, sir. I'm really sorry. I need to rush somewhere. What kind of a man are you? How can anything be more important than someone's life? How can you be so heartless? Please come, sir. Please, please. I need to rush. I need to rush into the hospital. Okay, I'm coming. Stop crying. Please hurry. Please come. Don't worry, uncle. Be careful. No problem. ഹലോ, എക്സ്ക്യൂസ് മീ സർ. Hello people, meet our celebrity Bakra of the month, Mr. Anand Abraham, the lead singer of the band On The Rocks. Come on, smile for the camera. You're today's citizen hero. Thank you. I have an emergency and I don't have time to laugh at his stupid jokes. You don't have to be rude. I can be the way I want to be.
അവൻ്റെ ഒരു ഒടുക്കത്തെ സെലിബ്രിറ്റി ചാടം കുളിച്ചിട്ട് പോലും ഇല്ല. പതുക്കെ പറഞ്ഞ അയാൾ കേൾക്കും. കേക്കട്ടെ, വൃത്തിയായിട്ട് കേൾക്കാൻ തന്നെ ഞാൻ പറഞ്ഞു. കേട്ടു 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 ചേച്ചിയേ. ഇവനാരാ എന്നെ ചേച്ചിന്ന് വിളിക്കാൻ? കുറ്റം പറയാൻ പറ്റൂലല്ലോ, 10-30 വയസ്സായില്ലേ. അതെ, വാചകം അടയ്ക്കാണ്ട് വേഗം പാക്ക് ചെയ്യാൻ നോക്ക്. എനിക്കൊരു ഫംഗ്ഷന് പോകണം. ഓക്കെ. ബൈ. എന്തൊരു സുഖം. ദിവസം കുളിക്കാത്തിന് ഓറാക്കണ്ട. അയ്യോ എന്തോരം സുഖം. താങ്ക് യു. നിനക്ക് വേണ്ടി ബാക്കിയുള്ളവരുടെ കാല് പിടിച്ച് Okay, തെറിയിട്ട് എന്റെ ബി.പി പിടിവിട്ടിരിക്കുക. അത് മനസ്സിലാക്കിയാൽ മതി. എനിക്ക് ഇത്രക്കല്ലേ പറ്റൂ. താങ്ക് യു. താങ്ക് യു സർ. രാമച്ച യൂസ് ചെയ്യാറില്ല? യു ഹാവ് ടു ട്രൈ ഇറ്റ്. നിന്റെ ആക്രാന്തം ഇനി മതിയായിട്ടില്ലേ? വക്കച്ചൻ ചോദിച്ചില്ലേ എന്താ ലേറ്റ് ആയെന്ന്? ദേ അവള് കാരണം. താങ്ക് യു. എവിടെ തന്റെ ക്യാമറമാനും ക്രൂ? ആ കിളവൻ തട്ടിപ്പോയോ? ഒരു ഫ്രണ്ടിന്റെ TV ഷോനെ ആങ്കറെ റിപ്ലേസ് ചെയ്താ വലിയ മണ്ടത്തരായി പോയി. Hey guys, do you know each other? ഓ യെസ്. നോട്ട് റിയലി. Okay. Anand, meet Adira Menon, one of the top beauty stylists in Bangalore. നൈസ് ടു നൈസ് മീറ്റ് ടു യു. മീറ്റ് യു. pleasure. She's the consultant for the salon, yeah? Oh cool. You must be knowing him. The famous Anand Abraham. Of course. One sec, excuse Yeah, me. no No problem. Hello, Joby speaking. How can I help? Yeah, I'm coming. Hey, Come, Alex, how let's you go. doing, man? Okay. I am Walter. Hey, I'm a big fan of yours. thanks man. എടുത്തോട്ടെ. എന്ത്? സെൽഫിയുടെ കുട്ട. സ്മൈൽ. അല്ല റെമ്യൂണറേഷൻ കാര്യമൊക്കെ നമ്മൾ നേരിട്ട് ഡിസ്കസ് ചെയ്യാം. എന്താ മസില് ജിമ്മി പോവാറുണ്ടോ? സ്മൈൽ. ഞാൻ ജിമ്മിലൊന്നും പോറില്ല. പടവും കിട്ടി പിടിയും കിട്ടി. ജ്യൂസ്. താങ്ക്സ്. കോഫി ആയാലോ? എനിക്കൊരു അമ്മ ഇഷ്ടം. ഓ റം. എനിക്കും അതാ ഇഷ്ടം. പക്ഷെ എനിക്ക് ഉയരലാണെങ്കിലേ ഇഷ്ടം. ഓ അമ്മ എവിടെ? വീണ്ടും വട്ട് തുടങ്ങിയെന്നാ തോന്നേ. എന്തു പറ്റി? പുലർച്ചെ തുടങ്ങിയതാണ് ചളിയായിട്ടുള്ള യുദ്ധം. പിന്നെ ഉണ്ടാക്കി വെച്ച ഇഡ്ലിയൊക്കെ കല്ലായി. ഇനി അതെടുത്ത് കൊത്തുവാവോ? വാ നീ. ആ എത്തിയോ? ഓക്കെ ഓക്കെ. നീ നോക്ക് എങ്ങനെയുണ്ട്. നീ ആലോചിച്ചില്ലാത്ത അർത്ഥമൊന്നും ഉണ്ടാക്കണ്ട. ഹോ, എന്താ കാര്യം? ഇതിനൊക്കെ ഇപ്പൊ ഞാൻ എന്താ പറയാ? അതിന് കുറച്ച് ഇവോൾഡ് ആർട്ടിസ്റ്റിക് സെൻസ് വേണം. അതെങ്ങനെ? അച്ഛൻ്റെ മോളല്ലേ? സെൻസ് മാത്രം പോരാ, അത്യാവശ്യം നല്ല വട്ടും വേണം അല്ലേ? അച്ഛനും ഞാനും നോർമലായി പോയെന്ന് ഞങ്ങളെ കുറ്റം പറയണ്ട. ഇത് ഞാൻ പ്രതീക്ഷിച്ചു. നീ വന്നപ്പോഴാ നല്ല വിശപ്പുണ്ടെന്ന് ഓർത്തെ. അതിരാവിലെ തുടങ്ങിയതാ. ആ മീനമ്മ എന്നെ നല്ലോണം ചീത്ത പറയും. നാളെയല്ലേ ആ വാണിയുടെ കല്യാണം? പോയിട്ടെപ്പോ വരും? 1-2 ദിവസം. വാ. കം. ബീഫ് തിന്നുന്ന നസ്രാണി ചെക്കൻ കെട്ടുന്നത് പച്ചക്കറി ഗുജറാത്തി പെണ്ണിനെ. ഒരു സൈഡില് പൂരി ബാജി, ഒരു സൈഡില് കപ്പയും ബീഫും. ഇതെങ്ങനെ സംഭവിച്ചു? അതിലെന്തത്ര കാര്യം? മുടിഞ്ഞ പ്രേമം. എനിക്കൊരിക്കലും മനസ്സിലാവില്ല ഈ പ്രേമമൂത്ത് ഓരോന്ന് കാണിക്കുന്നത്. ലവ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. പക്ഷെ ചിലപ്പോ സം പീപ്പിൾ ഹു ഫൈൻഡ് ഇറ്റ് ഡോണ്ട് നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. 32 വയസ്സായി. ഇനി എപ്പ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടാവാനാ? അതിന് കുട്ടികളുണ്ടാവാൻ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല മിനി. കേട്ടോ ചേച്ചി, എന്തായി കുട്ടിയോട് പറയാ? ഒന്നും പറയണ്ട, ആ കാലം കുറച്ച് വിളമ്പോ. കല്യാണം കഴിക്കാതെ കുട്ടികളുണ്ടാവേ. ഇപ്പത്തെ പെൺകുട്ടികൾക്ക് ഒരു നാണമില്ലേ? പിന്നെ നാണം കൂടിയത് കൊണ്ടല്ലേ രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് മിഡ് നൈറ്റ് മസാല കാണുന്നു. മതി മതി. എന്തൊക്കെ കുട്ടി പറയണത്? എനിക്ക് വേറെ പണിയുണ്ടേ. ചെല്ലു ചെല്ലു.